ഒരു വലിയൊരു ക്ഷേത്രത്തിലെ തിരുമേനിയുടെ ഭാര്യയാണ്. തിരുമേനി മരിച്ചു പോയതാണ്. ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, ഒരമ്മ കൂടെ ഉണ്ടല്ലോ, ഒരമ്മ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, കുറച്ച് പ്രായമായ ഒരമ്മയാണല്ലോ. ആദ്യമായിട്ടാണ് അവരങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ പേര് സ്വപ്ന മോൾ സൈക്കെ എന്നാണ്. ഞാൻ പോലീസ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/5/2024 തീയതിയാണ്. അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇതിനെനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഫാമിലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം എൻ്റെ അമ്മായി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥനയൊന്നും ചെയ്തിരുന്നില്ല. എന്തോ ഒരു വഴിപാട് ചെയ്തത് മാതിരി ഞാൻ ഉടമ്പടി എടുത്ത് പോയി. അതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോകുകയും ഈ പ്രാർത്ഥനകളൊക്കെ ഉഴപ്പിയിരുന്നു. ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം കാണിച്ചിരുന്നില്ല. പ്രാർത്ഥനകളൊക്കെ ഉഴപ്പി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഡ്യൂട്ടി പ്ലേസിൽ നിന്ന് എനിക്കൊരു അപകടം ഉണ്ടായി. ഞാൻ റോഡിൽ വീണ് എൻ്റെ സ്പൈനൽ കോഡിനും ഇടത് ഷോൾഡറിനും തലയ്ക്കും പരിക്ക് പറ്റിയതിന് ശേഷം എൻ്റെ വലത് കൈ പാരലൈസ് ആകുകയും ചെയ്തു. ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കുറേ മരുന്നുകൾ എഴുതി തന്നു. ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഒരു 6 മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു. ഈ കിടപ്പിലായിരുന്ന സമയത്ത് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അമ്മായിയാണല്ലോ എന്നെ ചതിച്ചത്. ഞാൻ പോയി ഉടമ്പടി എടുത്തിട്ട് വന്നതിന് ശേഷമാണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. വേണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് തന്നെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയെല്ലാം ഉഴപ്പുന്നുണ്ടല്ലോ, അപ്പോൾ പ്രാർത്ഥന ഒന്ന് ചൊല്ലിയാലോ. ഞാൻ അമ്മായിയെ വിളിച്ച് വിവരം പറഞ്ഞു, അമ്മായി എനിക്കിങ്ങനെ വയ്യ, അമ്മായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിയോഗം എഴുതി വെച്ച 6 കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നില്ലെങ്കിലും അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും അഭിഷേകവും എനിക്കുണ്ടാവണം. അമ്മ സഞ്ചാരി മാതാവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ സഞ്ചാരി മാതാവായ അമ്മയെ ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. ഇതിനെ ഞാൻ ഒരു കാരണവശാലും ഒരു പൊളിയായി പറയുന്ന കാര്യമല്ല. നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ നല്ല പോലെ അതിരുന്ന് ആസ്വദിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി വന്നു, വീടിനുള്ളിലേക്ക് വന്നു. ഞാൻ ഹാളിലിരുന്ന സമയത്ത് എൻ്റെ മകൻ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറിപ്പോയിട്ട് അവൻ എന്നോട് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ ഒരു പതിവില്ലാത്ത നല്ല സുഗന്ധമെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലും ചിരിച്ചു, പുറമേ ഇരുന്നും ചിരിച്ചു. കാരണം അവനോട് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ അവനോട് പറയാനും പോയില്ല. അതിനുശേഷം എനിക്ക് അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും നല്ലതുപോലെ ലഭിക്കാൻ തുടങ്ങി. ഓരോ അടയാളങ്ങളായിട്ട് എനിക്ക് അമ്മയെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ അപകടമൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു വലിയൊരു ക്ഷേത്രത്തിലെ തിരുമേനിയുടെ ഭാര്യയാണ്. തിരുമേനി മരിച്ചു പോയതാണ്. ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, ഒരമ്മ കൂടെ ഉണ്ടല്ലോ, ഒരമ്മ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, കുറച്ച് പ്രായമായ ഒരമ്മയാണല്ലോ. ആദ്യമായിട്ടാണ് അവരങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ കൃപാസന മാതാവിനെ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയായിരിക്കും, അല്ലാതെ ആരാണ്? അമ്മ ജീവിച്ചിരിക്കുന്ന ആളല്ലേ? അതെ, ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കൃപാസനത്തിലെ അമ്മയാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതെന്ന്. അമ്മയുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും എൻ്റെ കുടുംബത്തിന് കിട്ടാൻ തുടങ്ങി. എൻ്റെ ഈ കൈ പാരലൈസ് ആയതിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ മരുന്ന് 7 മണിയാകുമ്പോഴേക്ക് ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും ശരീരവും തളർന്നു. ഓരോ ദിവസവും നാളെ ഞാൻ എണീക്കില്ല, ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ കിടക്കുന്നത്. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത് പുഴ പോലെ ഒഴുകുകയായിരുന്നു കണ്ണുനീര്. അത്രയും വിഷമം, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ വിഷമങ്ങളും ഞാൻ അനുഭവിച്ചു. ഈ സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. കാരണം വരുമാനമെല്ലാം നിലച്ചു. ഞാൻ ഇനി അങ്ങ് കിടന്നു പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹവും ഉപേക്ഷിച്ചു പോയി. ഞാനും എൻ്റെ മോനും മാത്രമായി. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, എനിക്ക് എഴുന്നേറ്റ് പോയി എൻ്റെ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം. എനിക്ക് ഒത്തിരി സമ്പാദ്യം ഒന്നും തന്നില്ലെങ്കിലും എൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നന്നത്തെ ആഹാരത്തിന് ആരുടെ മുന്നിൽ കൈനീട്ടാനുള്ള അവസ്ഥ എനിക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതേപോലെ എനിക്ക് ഉറക്കം കുറവായി. ഈ ടെൻഷനെല്ലാം കാരണം എനിക്ക് ഉറക്കം കുറവായി. അപ്പം ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. അവർ പറഞ്ഞത് അവർ ഉറക്കത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഉടമ്പടി പുസ്തകവും കാശ് രൂപവും തലയണക്ക് എഴുതി വെച്ചിട്ട് കിടക്കും, അപ്പോൾ നല്ല ഉറക്കം കിട്ടുമെന്ന്. ഞാൻ എന്ത് ചെയ്തു? അങ്ങനെയല്ല ചെയ്തത്. ഞാൻ എൻ്റെ ഡ്രസ്സിനുള്ളിൽ നെഞ്ചോട് ചേർത്ത് തന്നെ
തന്നെ ഈ കാശുരൂപം വെച്ച് കിടക്കാൻ തുടങ്ങി. എനിക്ക് നല്ലപോലെ ഉറക്കം കിട്ടാൻ തുടങ്ങി. മരുന്നുകൾ കഴിക്കുന്ന കുറച്ച് കൊണ്ടുവന്നു. എൻ്റെ കൈ പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അത്ഭുതമാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞത്, ബാൻഡേജ്, കഴുത്തിൽ ബാൻഡേജ് ഇടാതെ ഒരടി നിങ്ങൾ നടക്കരുത്, കിടക്കാൻ നേരത്ത് മാത്രമേ ബാൻഡേജ് ഉപേക്ഷിക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ദാ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എണീറ്റ് നടന്ന് എൻ്റെ ജോലികളും ചെയ്യുന്നുണ്ട്. എനിക്ക് അനുഗ്രഹമായി കിട്ടി. അതേപോലെ തന്നെ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 27 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ, അങ്ങനെ 7 ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 വർഷമായി. എനിക്ക് കൃത്യമായി പീരിയഡ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സർജറി വേണമെന്ന് ഗൈനക്കോളജി ഡോക്ടർമാർ 3 പേര് അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് ഒക്ടോബർ 26 ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. ഞാൻ അത്ഭുതമെന്നേ പറയേണ്ടു. ആ ബ്ലീഡിങ് ഉണ്ടായി. അതിനുശേഷം കൃത്യമായിട്ട് മാസാമാസം എനിക്ക് പീരിയഡ്സും ഉണ്ടാവുന്നുണ്ട്. ഞാൻ പിന്നീട് ഡോക്ടറെ പോയി കണ്ട് പരിശോധിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫൈബ്രോയിഡ് ഒന്നും വയറിലില്ല എന്ന് മനസ്സിലായി. എനിക്ക് സർജറി ചെയ്യാൻ പേടിയായതുകൊണ്ട് 2 വർഷത്തോളം ഞാൻ ഈ വേദനയും സഹിച്ച് നടന്ന ആളാണ്. എനിക്ക് ആ അനുഗ്രഹം ഉണ്ടായി. ഇന്ന് രോഗശാന്തി ലഭിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അമ്മ നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ സഞ്ചാരി മാതാവാണ്, നമ്മുടെ അടുത്തുകൂടെ വരും എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പരിഹസിച്ചിട്ടുണ്ട് മനസ്സിൽ തന്നെ. സഞ്ചാരി മാതാവോ? അത് സത്യമാണ്. അമ്മ സഞ്ചാരി മാതാവ് തന്നെയാണ്. അമ്മ നമ്മുടെ അടുത്ത് വരും. നമ്മൾ ഹൃദയം അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ആപത്തൊന്നും വരുത്താതെ. ഞാനൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്തിൽ അമ്മ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ രോഗികൾക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രീദേവി അമ്മ എന്ന് പറയുന്ന ഒരു അനാഥയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 75 വയസ്സുള്ളതാണ്. അവരെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ 2 കാലുകളും ശരീരവും മുഴുവനും പൊട്ടി ഒലിച്ച് പഴുപ്പൊഴുകി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ അവരെ ഈ വയ്യാതിരിക്കുമ്പോഴും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ അവരുടെ ശരീരത്ത് നിന്ന് പൊട്ടി ഒലിക്കുന്ന മുറിവുകളൊക്കെ കരിഞ്ഞു. ഇപ്പോൾ അവർ നല്ല സൗഖ്യം പ്രാപിച്ച് സുഖമായി ഇരിക്കുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നിർബന്ധിച്ച ആരെയും ഞാൻ അമ്മയുടെ അടുത്ത് പോകാൻ പറയലില്ല. അവർക്ക് തോന്നുകയാണെങ്കിൽ, അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ പോവട്ടെ. എൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയലുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കലുണ്ട്. ഇത് ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. എൻ്റെ അനുഭവമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ ഉണ്ടാവും. അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും നമുക്ക് കൂടെ ഉണ്ടാവും. അതേപോലെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എണീക്കാൻ മടിച്ചിട്ട് 5:30 ആകുമ്പോൾ എണീക്കാൻ മടിച്ചിട്ട് ഞാൻ കിടന്ന സമയത്ത് എൻ്റെ തലയുടെ സൈഡിലുള്ള ജനലിൻ്റെ അവിടെ വന്നിരുന്ന് പരിചിതമല്ലാത്ത ഒരു കിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ സമയം നോക്കിയപ്പം 5:21 ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയി റെഡിയായി വന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ മടിക്കുന്നിടത്ത് നമ്മുടെ ദൈവം മാതാവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി ചെയ്യിക്കും. അമ്മയുടെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടാവട്ടെ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ എല്ലാം തരുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക്